നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നാ ഇത് എവിടെയാന്ന് വെച്ചാ കൊണ്ട് കളയെ. ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് ഇവിടുത്തെ ജോലിക്കാരെ വിളിച്ച് ചോദ്യം ചെയ്ത സാറിന് മനസ്സിലാകും. പ്രതാപ, സരളയെ ഇങ്ങോട്ട് വിളിച്ചേ. നിൽക്ക്. സാക്ഷി വിസ്താരമൊക്കെ അങ്ങ് കോടതിയിൽ മതി. ശക്തമായ ആരോപണങ്ങളാണ് ഇവർ നിനക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ? സരളേച്ചിയുടെ കയ്യിൽ നിന്നും ഞാനത് വാങ്ങിയെന്ന് പറയുന്നത് സത്യം തന്നെയാ. പക്ഷേ ഇവളുടെ തനി നിറം എല്ലാവരും തിരിച്ചറിയുന്നുള്ള ഘട്ടം വന്നപ്പോഴാ ഇവളത് CI അരവിന്ദന്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തുവിട്ടത്. എന്നെ കുറ്റക്കാരിയാക്കാൻ അയാളും ഇതിന് കൂട്ടുനിന്നു. മൊഴിയും സാഹചര്യ തെളിവുകളുമെല്ലാം പാർവതിക്കെതിരാണ്. ഇവർ തന്ന പരാതിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. സോ എനിക്കതിൽ ആക്ഷൻ എടുക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പാർവതി അറസ്റ്റ് ചെയ്യണം. അയ്യോ, അയ്യോ അച്ഛാ, അച്ഛാ. പാർവതി ഒരു കുറ്റം ചെയ്തിട്ടില്ല. പാർവതിയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. മാറി നിൽക്ക്. പാർവതി അറസ്റ്റ് ചെയ്യ ഇവരുടെ മൊഴിയല്ലാതെ സാറിന്റെ കയ്യിൽ വേറെന്തെങ്കിലും തെളിവുണ്ടോ? തെളിവൊക്കെ ഞാൻ കാണിക്കേണ്ടടുത്ത് കാണിച്ചോളാം. പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താതെ മാറി നിൽക്ക്. മാറി നിൽക്കാൻ. അയ്യോ അച്ഛാ. സാറേ, പാർവതി ഒരു പാവം പെൺകുട്ടിയാ. എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും മാത്രമേ ഇവള് ചെയ്തിട്ടുള്ളൂ. പാർവതിയെക്കുറിച്ച് ഇവര് പറഞ്ഞതെല്ലാം കള്ളക്കഥകളാ. വിശാലിനെ പാർവതി കൊല്ലാൻ ശ്രമിക്കുന്നല്ലേ ഇവര് പറഞ്ഞത്? അതിലെന്തെങ്കിലും സത്യമുണ്ടോന്ന് വിശാലിനോട് തന്നെ സാറൊന്ന് ചോദിച്ചു നോക്ക്. അവന്റെ മൊഴി കൂടെ എടുത്തിട്ട് പോരെ ഈ അറസ്റ്റൊക്കെ? ഗാർഗി, വിശാലിനെ വിളിച്ച് പോലീസ് പാർവതി അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് പറയേ. എത്രയും പെട്ടെന്ന് ഇവിടെ വരാനും പറയേ. നീ വിളിക്ക്. വിശാൽ ICUയിൽ കിടക്കുകയാണെന്ന് അറിയില്ലേ നിനക്ക്? ഇവള് കാരണം വീട്ടില് പോലീസ് കയറി ഇറങ്ങി നടക്കുകയാണെന്ന് അറിഞ്ഞാ അവനത് വിഷമമാവും. അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. സാറിന്റെ ഡ്യൂട്ടി ചെയ്യണം. ഇവിടെ ആരും അത് തടയില്ല. വിശാലിനെ സാറിന്റെ മുമ്പിൽ ഞാൻ എത്തിച്ചോളാം. ഓക്കെ, വിലങ്ങണിക്ക്. അച്ഛാ, വിവാഹമണ്ഡപത്തിൽ നിന്ന് പോലീസ് എന്നെ വിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്നത് അവള് പലവട്ടം മനസ്സിൽ കണ്ടിട്ടുണ്ടാകും. അതിനുവേണ്ടി
ആ അരവിന്ദൻ അവളും കൂടെ കുറെ ശ്രമിച്ചതാ. പക്ഷേ എന്നെ ഏട്ടനെയും വീഴ്ത്താൻ കുഴിച്ച കുഴിയില് അവര് തന്നെ മൂക്കും കുത്തി വീണു. പോലീസ് അവളെ വിലങ്ങണിയിച്ചു കൊണ്ടുപോയ ആ കാഴ്ചയുണ്ടല്ലോ, അതാണ് എന്റെ മനസ്സിൽ. പക്ഷേ അവളുടെ വിൽ പവർ സമ്മതിക്കണം. പോലീസ് ഒന്ന് തെറ്റുകൂടാതെ എഴുതാൻ പോലും അറിയാതിരുന്ന അവള് നമ്മളെ അറസ്റ്റിന്റെ വക്ക് വരെ കൊണ്ടെത്തിച്ചില്ലേ? കളിക്കുന്നത് ജാസ്മിനോടാണെന്ന് അവളെ മറന്നുപോയി. അവിടെ അവൾക്ക് പിഴച്ചത്. ആരും സഹായത്തിനില്ലാത്ത ഒരാളെ 4 ഭാഗത്ത് നിന്നും കല്ലെറിഞ്ഞ് വീഴ്ത്തുന്നതേ വലിയ മിടുക്കൊന്നും അല്ല. ജയിച്ചു എന്നാ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതെങ്കിലേ അത് വെറും തെറ്റിദ്ധാരണ മാത്രം. വിശാൽ ബ്രോ ഇത് അറിയുമ്പോഴേ കളി മാറും. കളി മാറുമെന്ന് എനിക്കും അറിയാം. പാർവതിയോടെ വിശാലിന് ഒരു സഹതാപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശാൽ അവളുടെ കാര്യത്തില് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു. ദാറ്റ് ഈസ് പാസ്റ്റ്. പ്രസന്റ് ഈസ് പഞ്ചപാവത്തെ പോലെ നടന്നുകൊണ്ട് അവളെ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വിശാൽ അറിയുന്ന നിമിഷം ഗാർഗി പറഞ്ഞതുപോലെ കളി മാറും. പാർവതി അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്ന് നീ പറഞ്ഞ വിശാൽ അത് വിശ്വസിക്കുന്നാണോ നീ കരുതിയിരിക്കുന്നെ? അതിന് പാർവതി വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഞാനല്ലല്ലോ. ഉയർന്ന റാങ്കിലുള്ള തോളത്ത് നക്ഷത്രങ്ങളും അശോകസ്തംഭങ്ങളുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ ജീവന് അപകടമുണ്ടെന്ന് എനിക്ക് ആദ്യമേ സൂചന കിട്ടി. ഞാൻ ബുദ്ധിപൂർവം നടത്തിയ നീക്കത്തിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നയാളെ ഞാൻ കണ്ടെത്തി പോലീസിൽ ഇൻഫോം ചെയ്തു. വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച എന്നെ ഇനി വിശാല് സ്നേഹിച്ചു തുടങ്ങും. നിങ്ങൾ കണ്ടോ? ഈ കഥ വിശ്വസിക്കാനേ വിശാൽ ബ്രോ ഒരു വിഡ്ഢിയാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? കഥയോ? കഥയൊന്നുമല്ല പോലീസ് പറയുന്നത്, തെളിവുകൾ നിരത്തിയുള്ള ഫാക്ട്സ്. നീ പറഞ്ഞതിലേ ഒരു ശരിയുണ്ട്. ശക്തമായ തെളിവുകൾ നിരത്തി പാർവതി കുറ്റവാളിയാണെന്ന് ഡിവൈഎസ്പി പറയുമ്പോ വിശാലിനത് അംഗീകരിക്കേണ്ടി വരും. കാരണം വിശാല് നീ പറഞ്ഞതുപോലെ വിഡ്ഢിയല്ല. സ്വപ്നം കാണാൻ കാശ് ചെലവില്ലല്ലോ. അതുകൊണ്ട് നീ സ്വപ്നം കണ്ടോ. ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിന്റെ സന്തോഷത്തിൽ വിശാല് നിന്നെ കെട്ടുന്നതും നിങ്ങൾ ഹണിമൂൺ ആഘോഷിക്കുന്നതും അവന്റെ 100 മക്കളെ ഒക്കത്തെടുത്തോണ്ട് നടക്കുന്നതൊക്കെ നീ സ്വപ്നം കണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.